നമ്മളിപ്പോൾ ഓൾഡ് വൈത്തിരി ഉള്ളത്. ഓൾഡ് വൈത്തിരിന്ന് നമ്മളെ ചാരിറ്റി റോഡിലോട്ട് പോവാണ്. ഈ വഴിക്കാണ് ഹണി മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആ റോഡിലേക്ക് നമ്മളിങ്ങനെ തിരിയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന വീടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ച ഞാൻ അവിടെ എത്തിയിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെയാണ് ഹണി മ്യൂസിയം ഉള്ളത് കേട്ടോ. ഒരുപാട് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രൈം ഏരിയ ആണിത്. ഈ വീട് ഞാൻ മുമ്പേ വിൽക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിറ്റുപോയി. ഇപ്പോൾ പുതിയ പാർട്ടി എടുത്താണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. അതാണ് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ഹണി മ്യൂസിയം. ഇവിടെയുള്ള ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളതിൻ്റെ നടുവിലാണ് ഈ വീട് കിടക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും ഗസ്റ്റുകളെ കിട്ടുന്ന ഒരു നല്ലൊരു ഏരിയ ആണിത്. നമ്മൾ ഈ വലത് സൈഡ് ഇപ്പം നിലവിൽ കാണുന്നതാണ് കേട്ടോ. ഇതാണ് വീട്. നമുക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് എടുക്കാം. ഇത് നമ്മൾ വരുന്ന വഴിയാണ്. ഇതിങ്ങനെ പോകുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്നു. ഇവിടെയൊക്കെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ചെമ്പ്രേൻ്റെ വ്യൂ ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടാകും. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി. ഇങ്ങനെയാണ് പ്രോപ്പർട്ടി. ഇതൊരു വീടാണ്. അതിൻ്റെ കൂടെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. ഒരു കോട്ടേജും കൂടെ എക്സ്ട്രാ ഉണ്ട്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു വീടാണ്. അപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോട്ടേജ് ഉണ്ട്. താഴെ പുഴയാണ്. നല്ല അന്തരീക്ഷമാണ്. ഒരു 3-4 വണ്ടി സുഖമായിട്ട് കയറ്റിയിടാം. സ്ഥലമുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണാം. 3 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളിൽ വരുന്നത്. സുഖമായിട്ടൊരു 10-15 പേർക്ക് വൺ ടൈമിൽ ഹാൾട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിൽ ഈ ഒരു ബെഡ്റൂം, ഇത് കൂടാതെ ഈ ഒരു ബെഡ്റൂം, ഇത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ്. നല്ല സൗകര്യമുള്ള സംഭവമാണ്. ഇവിടെ എപ്പോഴും ഗസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ്. ഇത് കൂടാതെ ഉള്ളോട്ട് കിച്ചൺ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ ഉള്ളിലത്തെ സൗകര്യം. നോക്കി നമുക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇതാണ് നമ്മളെ കോട്ടേജ് വരുന്നത്. ഇത് ഇവർ എക്സ്ട്രാ ചെയ്താട്ടോ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു വ്യൂ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചെമ്പ്രേൻ്റെ ഒരു വ്യൂ ഉണ്ട്. താഴെ പുഴയാണ്. പുഴയിലോട്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതിപ്പോൾ ഇങ്ങനെയാണ് കോട്ടേജ് വരുന്നത്. നിലവിൽ ഇത് നടത്തുന്നില്ല കേട്ടോ. ഇതൊരു പുതിയ പാർട്ടിക്ക് കൊടുത്തിട്ട് അവരിത് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. നിലവിലിത് ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്ത് തരും. നല്ലൊരു കോട്ടേജ് കേട്ടോ അത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല വ്യൂ ആണ്. പിന്നൊരു ബാൽക്കണി ഉണ്ട്. പുഴയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് കിടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ നല്ല വർക്കൊക്കെ വരുന്നുണ്ട്. ചുമരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നല്ല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കിണർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വെള്ളത്തിന് സൗകര്യമുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. നമ്മളെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടം വരെ നമ്മളെ പ്രോപ്പർട്ടി ഉണ്ട്. ഈ സ്റ്റെപ്പ് പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു വെച്ചതാണ്. അപ്പോൾ വരുന്ന ഗസ്റ്റിന് അത്യാവശ്യം പുഴയിലൊക്കെ ഇറങ്ങാം. അതിനുള്ള എല്ലാ സൗകര്യമുണ്ട്. അപ്പുറത്ത് ചെറിയൊരു ബാൽക്കണി വരെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ നിങ്ങൾ? ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം സ്റ്റേ ആണ്. വൈത്തിരി തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഗസ്റ്റുകളൊക്കെ ഉണ്ടാവും. വാടകയ്ക്കുള്ള സാധനങ്ങൾ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. നോർമലി നമ്മളങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് വരുന്നത്. നല്ലൊരു അന്തരീക്ഷമാണ്. ഈ ഇല്ലിയൊക്കെ ഉള്ളതുകൊണ്ടേ നല്ലൊരു അന്തരീക്ഷമാണ്. പുഴേൻ്റെ അടുത്ത് ഇങ്ങനെ താമസിക്കാം. വരുന്ന ഗസ്റ്റുകളൊക്കെ വളരെ ഹാപ്പി ആയിരിക്കും. ഫുഡൊക്കെ ഇവിടെ തന്നെയാണ് ഇവർ ആദ്യം നടത്തിയവർ കൊടുത്തിരുന്നത്. അതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സെറ്റപ്പ്, അതായത് ഈ ഒരു വീട്, നമ്മളിപ്പോൾ കണ്ട കോട്ടേജ്, ഈ ഒരു സെറ്റപ്പ് മൊത്തത്തിൽ ഇവർ ചോദിക്കുന്നത് റെൻ്റാണ് കേട്ടോ. പെർ മന്ത് 50,000 രൂപയാണ്. ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റിനെടുത്താൽ
നമുക്ക് പ്രോഫിറ്റാണ്. കാരണം അതിൽ എത്രയോ കൂടുതൽ ബിസിനസ് ഇതിന് മുന്നേ ഇത് നടത്തിയ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നേരിട്ട് അറിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക, നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.